എല്ലാവർക്കും തെക്കേടത്ത് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് സോയാബീൻ വെച്ചിട്ട് അടിപൊളി ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? നോക്കാം. ഇന്ന് നമ്മൾ സോയാബീൻ വെച്ചിട്ട് അടിപൊളി ഐറ്റം ആണ് ഉണ്ടാക്കുന്നത്. സപ്ലൈകോയിൽ പോയപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് സോയാബീനും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സപ്ലൈകോയിൽ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട്, പയറ് കടല സാധനങ്ങളും ഉണ്ട്. സോയാബീൻ നന്നായി കഴുകിയെടുക്കുക. സോയാബീൻ നമ്മളൊരു 5-6 പ്രാവശ്യം കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഗരം മസാല ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായി യോജിപ്പിച്ച് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും എല്ലാം ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇതിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് അടുപ്പത്ത് വെച്ചു, സ്റ്റൗ കത്തിച്ച് ഇനി നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. 2 സവാള പൊളിച്ച് വെച്ചു, ഒരു തക്കാളി, 2 കഷ്ണം ചെറിയ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നാക്കി വെച്ചു. ഇനി നമുക്ക് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. ഉള്ളി അരിഞ്ഞു വെച്ചു, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം അരിഞ്ഞു വെച്ചു. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാലെടുക്കണം. 1-ാം പാല് മാത്രമേ എടുക്കുന്നുള്ളൂ. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. സവാള വേഗം പാടുന്നതിനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. സോയാബീൻ വെച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് പാകത്തിന് സവാള വാടുന്നതിനനുസരിച്ച് ഇട്ടാൽ മതി. സവാള വഴണ്ട് വരുന്നതിന് ആവശ്യമായ ഉപ്പിട്ടാൽ മതി. ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടുകൊണ്ട് ഒരു നുള്ളിട്ടാൽ മതി. കുരുമുളക് പൊടി നേരത്തെ ഇട്ടുകൊണ്ട് ഒരു നുള്ളിടുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇടുന്നുണ്ട്. ഗരം മസാല നേരത്തെ ഇട്ടതുകൊണ്ട് ഒരു നുള്ളിട്ടാൽ, ഒരു നുള്ളു ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി പൊടീൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ തക്കാളി ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പില ഇടുന്നുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കാം. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണ സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാലൊക്കെ പിടിച്ച് എല്ലാ അരപ്പും ഉള്ളിയും മസാലയും എല്ലാം പിടിക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ്. അങ്ങനെ നമ്മളുടെ സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഉള്ളവർ അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട്